ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഉമ്മയില്ല, അച്ഛനെ കാണാനില്ല. സാധാരണ വിളിക്കാൻ വരുന്ന സമയം കഴിഞ്ഞോട്ടില്ലേ? അച്ഛനാ ഉണ്ടാ എന്തെടുക്കണ്? ചോറായിട്ടുണ്ട്. അല്ല ചോറ് രാവിലെ ചോറായിട്ടൊന്നല്ല, റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു തളയും കൂടെ നിളച്ചാ മതി, ഊറ്റിയെടുക്കാം. അങ്ങോട്ടാ ചായ കുടിക്കാം. കൊറേ നേരം വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കാന്നേ എന്തെന്നറിയോ ചാല് നോക്കല്ലേ? എന്താ വിസിലടിക്കുന്ന സൗണ്ട് കേട്ടാ? ചപ്പാത്തി ഗ്രീൻ പീസ് കറി, എനിക്ക് എന്റെ ബൂസ്റ്റ് ഉണ്ട്, ചട കാപ്പി ഉണ്ട്. ഫാനട്ടോ കഴിക്കാം. കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കഴിച്ചോളൂ കഴിച്ചോളൂ. കുളിക്കട്ടെ. എന്റെ ഗ്ലാസ് എടുത്തില്ല. കുടുക്കാന്ന് പറഞ്ഞ മറ്റേതല്ലേ, മോര സാധാരണതില്ലേ, കലോ അതായത് തിളപ്പിക്കണതില്ലേ? എന്തിനു വെച്ചിട്ടാ ഉണ്ടാക്കാറ്? വെള്ളം തിളപ്പിക്കലെന്തില്ല? വെള്ളം തിളപ്പിക്കല് മറ്റേ ഇങ്ങനെ അടിക്കുന്ന അത് കുടുക്കൊന്നല്ല. ഞാൻ ഉണ്ടാക്കിയാൽ ഇവിടെ കഴിക്കാറ്. കഴിക്കേ കഴിക്കേ. ഞാനുണ്ട് ക്യാമറ ഓഫ് ആക്കിയാൽ എന്താ പറയും? ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാം. ഈ ചപ്പാത്തി ഇങ്ങനെ കട്ടില്ലാതെ ഉച്ച സമയത്ത് ഭയങ്കര മടിയാ. അത് രാത്രി ചപ്പാത്തി അല്ല, പത്തിരി. ചപ്പാത്തിയുടെ പൊടി കൊണ്ട്, നമ്മ ആട്ടപ്പൊടി കൊണ്ട് പത്തിരി. അതെന്താന്നാ, രാത്രി ഇച്ചക്ക് വേണം, അതും ചൂടും വേണം. ഇച്ച വരുന്നത് ഒരു 10-11 മണിയൊക്കെ ആവും. അപ്പം എനിക്ക് മടിയാണ് ആ നേരത്തെ ഉണ്ടാക്കാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യും, പ്രസ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് അത് ചുട്ടു കൊടുക്കും. പക്ഷെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. കാലത്ത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. കാലത്ത് അവളും കൂടി കഴിക്കും, അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാം. രാത്രി ഞാൻ മാത്രം കഴിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയാമെന്നാ എന്തോ കാര്യം പറയാമെന്ന്. കറി ടേസ്റ്റിന് നല്ല അറിയിച്ച മതിയൊക്കെ. കറി എങ്ങനെ ടേസ്റ്റിന് നല്ലതാ, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. കറിയൊക്കെ ഇഷ്ടം പറയണൊക്കെ, കറി ഒന്നും ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഫുഡിനെ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. ഉണ്ടാക്കിയ ആരാണോ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഫുഡിനെ തന്നെ കുറ്റം പറയില്ല. എന്താ പറയാ, ഫുഡിനെ ഞാൻ കുറ്റം പറയില്ല, ഫുഡിനെ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ ഉണ്ടാക്കിയത് ആരെന്ന് അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഒരു ദോശ ഉണ്ടാക്കും. ദോശയിൽ എന്താണ് ഉപ്പ്, വെള്ളം, പൊടി. ദോശ ഉപ്പിടില്ല. അത് 1-2 പ്രാവശ്യം അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഉപ്പിടണ്ടല്ല, ഇന്ന് പിന്നെ ഉപ്പിടില്ല. അങ്ങനെ എന്തൊക്കെയോ ഓരോരോ ഇതാണ്. ഉപ്പ് ഞാൻ എപ്പോഴും മറക്കുന്ന ഒരു സംഭവമാണ്. എന്നാ കൂടുതലും നല്ല മറക്കും, ഇടൂല. നല്ല സോഫ്റ്റ് ഉണ്ടല്ലേ, നല്ല നൈസായി. മുളക് പൊടി ഞങ്ങൾ നല്ലോണം എരിവ് കൂട്ടുന്ന ആൾക്കാരാണ്. ഇവരധികം അങ്ങനെ ഇച്ച പിന്നെ കുഴപ്പമില്ല, ബാക്കിയുള്ളവർ ഇവിടെ അങ്ങനെ എരിവ് അധികം കൂട്ടൂല. അപ്പം ഞാനും ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലായിട്ട് ഇടുന്നതാണ്. എൻ്റെ നോർമലില് ഇവർക്ക് തരുന്നു. ഇന്നൊക്കെ എന്തൊക്കെ പണികളുണ്ടെന്നറിയോ? ചേട്ടാ പൈസ ഞാൻ
ചെലവാപ്പിക്ക്. അതെന്താന്നാ ചിലവാക്കാൻ കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല. എത്ര എന്താന്നോ? ശ്രമിച്ചാൽ എൻ്റെ കയ്യിലുള്ളത് ചിലവാക്കാൻ പറ്റുള്ളൂ, എനിക്ക് പേടിയില്ല. ഇന്ന് അരി കഴുകി ഉണക്കിയിട്ടുണ്ട് അവിടെ, അപ്പോൾ അത് കൊണ്ടുപോകണം. അരി ഞാനിതാക്കിയ വീഡിയോ ഉണ്ട്, അത് ഇതിലിടയാലേ. അപ്പോൾ അത് കൊണ്ടുപോയി പൊടിപ്പിക്കണം. സവോള, തക്കാളി, എന്തെങ്കിലും പച്ചക്കറികൾ, പിന്നെ ഉരുളക്കിഴങ്ങ് അതൊക്കെ വാങ്ങണം. ഓയിൽ വാങ്ങണം. പച്ചക്കറികൾ പിന്നെ ഉരുളക്കിഴങ്ങ് അത് മാത്രമേ കഴിക്കോളൂ. ഉരുളക്കിഴങ്ങ് ബാക്കിയുള്ളതിനൊന്നും വലിയ പ്രയോജനമില്ല. ബാക്കിയുള്ളൊക്കെ പച്ചക്കറി പിന്നെ ഉരുളക്കിഴങ്ങ്. അപ്പം അതൊക്കെ വാങ്ങണം. ഇന്ന് വരുമോന്നറിയില്ല. വിളിച്ചിരുന്നു, വിളിച്ചിട്ടുണ്ടാകും, കാലത്ത് വിളിച്ചിട്ടുണ്ടാകും. പറഞ്ഞില്ല മത്താൻ പറഞ്ഞു എന്തുണ്ടാക്കണമെന്ന് വെച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു ഗ്രീൻ പീസും ചപ്പാത്തി ഇന്ന് ഉണ്ടാക്കിക്കുക, നേരം കളയില്ലാന്ന് പറഞ്ഞു. കാലത്ത് തന്നെ വിളിക്കും. ചായ അടിച്ചിട്ട് കാണാം. എന്താ വീഡിയോ അല്ല പണി എല്ലാം കഴിഞ്ഞു. ഇനി ഈ തോട്ടയും കൂടിയും കഴിഞ്ഞാ എനിക്ക് കുളിക്കാം. അതേ ഉള്ളൂ. പോണ്ടേ? കുളിച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇതും കൂടെ ഉള്ളു, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഉമ്മിക്ക് വിളിച്ചാ? വിളിക്കട്ടെ. അരി അരി, വെങ്കായം, അരി ഉണക്കി പൊടിക്കൂല. ഉമ്മി കഴുകി തന്നിട്ട് ഞാനൊന്നല്ല കഴുകിയേ. ഉമ്മി കഴുകി തന്ന് ഉണക്കാനിടാ. അരിപ്പൊടി അങ്ങനെ വാങ്ങാറില്ല. അരി വാങ്ങി വറുത്ത് പൊടിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഇതൊന്നും ഡെക്കറേഷൻ ആയിട്ട് വെച്ചൊന്നല്ല കേട്ടോ. ഇതൊക്കെ അതിന്റെ മേലയിലായിരുന്നു. പക്ഷെ മഴ വന്നപ്പോ ഒക്കെ പിന്നെ നമ്മ താഴെക്കെടുത്ത് ഇറക്കിച്ചു. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അതാണ് പഠിച്ച വലുപ്പത്തിൽ ഇങ്ങനെ. ഇപ്പോഴും നമ്മ അരിയൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനൊക്കെ കളിക്കാൻ തോന്നുന്നു. കളിക്കാൻ പാടില്ല. ചെറുപ്പല്ല, ഈ കണ്ടിക്കണിച്ചാക്ക് തോന്നും, ഈ കാണുന്നവർക്കും തോന്നും അരിയൊക്കെ ഇതാക്കിയാല്. എങ്ങനെയാണല്ലോ നല്ല വെയിലുണ്ട് കേട്ടോ, പറയണ്ട. പെയ്യും മഴ. അപ്പോൾ ഞങ്ങൾ അരിയൊക്കെ പൊടിപ്പിക്കാൻ പോണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അപ്പം അതൊക്കെ വാങ്ങിയിട്ട് തരാം. സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അരിയുടെ കവറിലൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ അവള് ഉമ്മി വന്നിട്ടില്ല. ഉമ്മി അപ്പോൾ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു. ഉമ്മീനോടൊക്കെ വിളിച്ച് ചോദിച്ച് അപ്പോൾ പോയിട്ട് തരാം. മില്ലിലെത്തി, അപ്പോൾ അരി കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എത്തി വരുമ്പോഴത്തേനും ഇവിടെ പിടിച്ചേക്കാന്ന് വലിയ തിരക്കുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞായറാഴ്ച ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് അവധിയില്ല. അപ്പോൾ ഞങ്ങൾ ബാക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുമ്പോഴേക്ക് സെറ്റ് ആയിക്കോളൂ അല്ലേ. തക്കാളി പിന്നെന്താണ്ട്? ചെറുള്ളി വേണം, വെളുത്തുള്ളി വേണം, ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ. അപ്പോൾ സാധനമൊക്കെ വാങ്ങി വന്ന് ഈ മില്ലിലെത്തി കഴിഞ്ഞിട്ടുണ്ടാവണം. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 60.
അവിടെ നിന്നൊക്കെ പോയി വന്ന് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോൾ കണ്ണിൻ്റെ അവസ്ഥ ഇതാണ്. കണ്ണിൽ എനിക്കിവിടെ നല്ല വേദന ഉണ്ട്. ഇപ്പോൾ കണ്ണിക്കുരുൻ്റെ തന്നെ ആയിരിക്കും. പിന്നെ നാളെ ഡോക്ടറെ അടുത്ത് പോവാം. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും പോകുന്നില്ല, നാളെ ഡോക്ടറെ അടുത്ത് പോകണം. നാളെ എന്ന് പറഞ്ഞാൽ ഇച്ചിന്ന് ഇവിടെ ഇല്ല, ഇച്ച വയനാട് പോയിരിക്കണ്. എനിക്ക് മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട് പെരുന്നാളിന് മഴ അടുത്ത്. അപ്പോൾ അവിടുത്തെ മുത്തു അവൾക്ക് BEdന് അവിടെ വയനാടാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ അവൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവളെ കൊണ്ടുവന്നാക്കാനൊക്കെ ആയിട്ട് ഇച്ച പോയിട്ടുണ്ട്. ഇച്ചയും അവരെല്ലാവരും കൂടി പോയി. അപ്പോൾ അതുകൊണ്ട് ഇച്ച ഇവിടെ ഇല്ല, അവരൊരു ട്രിപ്പായിട്ട് പോയതാണ്. അങ്ങനെ അപ്പോൾ ഇച്ച വന്നിട്ടൊക്കെ പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് ഈവനിങ് ഇച്ച വന്നിട്ട് ഉമ്മീനെ വിളിച്ചിട്ട് വരും. അപ്പോൾ ഇന്നിപ്പോൾ അവർ രണ്ടാളും ഒരുമിച്ചായിരിക്കും വരുന്നത്. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.